ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പേർപ്പിൾ ഹോൾ വീഡിയോ ആണ്. ഞാൻ പേർപ്പിളിൽ നിന്ന് ഇപ്പോൾ അടുത്തായിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഇതിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് 3 ബോക്സ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് കുറച്ച് മുന്നേ വന്നു, ബാക്കി 2 പ്രൊഡക്റ്റിൻ്റെ പാക്കേജും ഇന്നലെയും മെഞ്ഞാന്നുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണാം. അപ്പോൾ അതാ ഇത്രയും പ്രൊഡക്റ്റ് ആട്ടോ നമ്മൾ പേർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഇത് 3 ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു ബോക്സ് ഞാൻ കിട്ടിയപ്പോൾ തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്ഷമയില്ലാഞ്ഞിട്ട്, കാരണം ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചൊരു സാധനം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കിട്ടിയപ്പോൾ തന്നെ തുറന്നു നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. അപ്പം നമുക്ക് ആ തുറന്നു നോക്കിയ ബോക്സിൽ എന്താണെന്ന് ആദ്യം കാണാം. അപ്പോൾ ഇതാട്ടോ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്ന ബോക്സ് എന്ന് പറയുന്നത്. ഇതിലിതാ ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് മക്കളെ ഞാൻ കാത്തിരുന്നത്. എന്താണെന്നറിയോ, ഇതൊരു ബോഡി മിസ്റ്റാണ്, എക്കോലോജിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ. എനിക്കൊരുവിധം എല്ലാ പെർഫ്യൂം അടിച്ചാലും ഭയങ്കര തലവേദന എടുക്കും. എനിക്ക് അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലും അടിച്ചിട്ട് എൻ്റെ അടുത്തു കൂടെ പോയാൽ ഞാൻ അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കല, തുമ്മലും തലവേദന. എനിക്ക് പെർഫ്യൂമിൻ്റെ സ്മെല്ല് അടിച്ചാൽ അപ്പം ഉണ്ടാവുന്ന പ്രശ്നമാണ് തുമ്മലും തലവേദനയും. അതുകൊണ്ട് തന്നെ ഒരു പെർഫ്യൂമും എനിക്ക് വാങ്ങിക്കാനും പറ്റൂല, ഒരു പെർഫ്യൂമും ആരും അടിക്കുന്നതും എനിക്ക് പറ്റൂല. ഞാൻ അവരൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പായിപ്പിക്കലാണ്, എൻ്റെ അടുത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് അത്ര ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇപ്പം നല്ല ചൂടുള്ള സമയമൊക്കെ അല്ലേ, നല്ലോണം സ്വെറ്റ് ചെയ്യും, നല്ല സ്മെല്ല്, ബാഡ് സ്മെല്ലും ഉണ്ടാവും. അപ്പം ഒരു നല്ലൊരു ബോഡി മിസ്റ്റ് വേണം, അതായത് അത്ര സ്ട്രോങ് ഉണ്ടാവില്ല. ഈ ബോഡി മിസ്റ്റും പെർഫ്യൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പെർഫ്യൂം കുറച്ചും കൂടെ ഒരു സ്ട്രോങ് സ്മെല്ലായിരിക്കും, ബോഡി മിസ്റ്റിന് അത്രയ്ക്ക് സ്ട്രോങ് വരില്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. പിന്നെ അതിൽ കെമിക്കൽസും കുറവാകും, നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൽ കെമിക്കൽസും കുറവാകും. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ അക്വലോജിക്കയുടെ ഒരു ബോഡി മിസ്റ്റ്. ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് വാങ്ങിയതാട്ടോ. കാരണം ഒരുവിധമുള്ള സ്മെല്ലൊന്നും എനിക്ക് പിടിക്കാത്തതുകൊണ്ട് ഞാൻ കുറേ നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം റേറ്റും ഉണ്ട്, 400 സംതിങ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 499 ആണ്. എനിക്ക് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 429 അങ്ങനെ എന്തിനോ ആണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത്. അക്വലോജിക്കയുടെ ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത് സ്വീറ്റ് സമ്മർ കിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ്. എൻ്റെ പൊന്നു മക്കളെ, അടിപൊളി സ്മെല്ലാട്ടോ. എന്ന് വെച്ചാൽ ഞാൻ വെറുതെ പറയല്ല, ഇതിൻ്റെ കൂടെ ഒരു പെർഫ്യൂമും കൂടെ വാങ്ങിയിട്ടുണ്ട് ഞാൻ, അതിൻ്റെ കാര്യം ഞാൻ പറയാം. പക്ഷേ ഇത് അടിപൊളി സ്മെല്ലാണ്. ഒരു ഭയങ്കര സ്ട്രോബെറി ഇല്ലേ, കുത്തുന്ന സ്ട്രോബെറി സ്മെല്ലല്ല, നല്ല ഫ്രൂട്ടി. നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ ഇടയിലേക്ക് സ്ട്രോബെറി, മൾബറി അതിൻ്റെ ഇടയിലേക്കൊക്കെ പോയ എങ്ങനത്തെ ഒരു സ്മെല്ല, അതിൻ്റെ ഷോപ്പിലേക്കൊക്കെ പോയ എങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക, അങ്ങനത്തെ അത് എക്സാക്ട്ലി അത്. വേറെ ഒരു സിട്രസ് ആയിട്ടുള്ള കാര്യങ്ങളില്ല, ഒരു കുത്തുന്ന സ്മെല്ലില്ല, അങ്ങനെ ഒന്നുമില്ല. ഒരു മൈൽഡായിട്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ സ്മെല്ലിങ്ങനെ അടിച്ചാൽ തന്നെ ഇങ്ങനെ പോയിട്ട് കടിച്ച് തിന്നാൻ തോന്നും, അങ്ങനത്തെ ഒരു സ്മെല്ല്. ഭയങ്കര നല്ല അടിപൊളി സ്മെല്ല്. അങ്ങനെ പ്രശ്നമായിട്ടുള്ള പെർഫ്യൂമിൻ്റെ സ്മെല്ല് പ്രശ്നമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ബോഡി മിസ്റ്റാണ്. നല്ല സാധനമാണ്. ഇത് കണ്ടോ, ഞാൻ ഇത്ര ഉപയോഗിച്ചത് ഫുള്ള് ഉണ്ടായിരുന്നു. ഞാൻ കിട്ടിയപ്പോൾ തന്നെ അടിക്കൽ തുടങ്ങിയത്. അപ്പോൾ എപ്പോഴും തന്നെയാണ് പണി, അടിച്ചും കൊണ്ടിരിക്കല പണി. ഉണ്ടോ ഇവിടെ കേട്ടോ നമ്മൾ പെർഫ്യൂം പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് അതേപോലെ നമ്മൾ ഈ ഭാഗം, പിന്നെ അതേപോലെ ഇവിടെ ഉള്ള ഭാഗം, ഇതൊക്കെ ആട്ടോ നമ്മുടെ പെർഫ്യൂമിൻ്റെ പൾസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ അടിച്ചാലേ പെർഫ്യൂം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഈ ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പെർഫ്യൂം ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അക്വലോജിക്കയുടെ സ്വീറ്റ് സമ്മർ കിസ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് ഒന്നാമത്തെ പ്രൊഡക്റ്റ്. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ആ പെർഫ്യൂമിൻ്റെ ബോഡി മിസ്റ്റിൻ്റെ ഇത് മാത്രമാണ് പുറത്തേക്ക് എടുത്തത്, ബാക്കിയൊന്നും ഞാൻ അഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിൽ ഓക്കെ, ഇത് നമുക്ക് ഫ്രീ കിട്ടിയതാണ് പേർപ്പിളിൽ നിന്ന്. യൂസ്ലെസ് പ്രൊഡക്റ്റ്, ഇത് ഞാൻ ഉപയോഗിക്കാനേ പോകുന്നില്ല, കളയാൻ പോവുകയാണ്. എന്താ മാമാർത്തിൻ്റെ എന്താ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് എനിക്ക് കാണുന്നില്ല, എന്തോ ഒരു പ്രൊഡക്റ്റ്. എന്തായാലും ഞാൻ അത് യൂസ് ചെയ്യൂല, അപ്പോൾ പോട്ടെ. ഓക്കെ, ഇത് രണ്ടും ആട്ടോ ഈ ഒരു പാക്കേജിങ്ങിലുള്ളത്. ഇത് രണ്ടുമാണ്. ഇത് NYBയുടെ ഒരു ഐലൈനറും ഇത് NYBയുടെ ഒരു കാജലുമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ഒരു 4-5 കൊല്ലത്തോളം 3 കൊല്ലത്തോളമായി ഞാനിപ്പോൾ ഐലൈനർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വിങ്സ് വരയ്ക്കുന്നല്ലാതെ, ഇവിടേക്ക് ജസ്റ്റ് ഒരു വിങ്സ്, ഒരു വാല്, കുഞ്ഞി വാല്, അതും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം വരയ്ക്കുന്നല്ലാതെ ഞാൻ കുറേ കാലമായി ഐലൈനറും കാജൽ പ്രത്യേകിച്ച് കുറേ കൊല്ലങ്ങളായി ഉപയോഗിച്ചിട്ട്. ഐലൈനർ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വിങ്സ് വരയ്ക്കാൻ വേണ്ടി എടുക്കലുണ്ട്, അതും ഞാൻ വീട്ടിലുള്ള ആരുടെങ്കിലുമൊക്കെ ഇഷ്കലാണ്, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ 2-3 കൊല്ലത്തിന് ശേഷം ഞാനൊരു ഐലൈനറും കാജലും മേടിച്ചു. ഇനിയിപ്പോൾ
നമ്മളെ കല്യാണമൊക്കെ വരികയല്ലേ, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട്. കണ്ണെഴുതിയ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. പക്ഷെ അത് കണ്ണെഴുതി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് കളയാനുള്ള പാടുകൊണ്ടാണ്, നമ്മൾ ദിഗംബരൻ്റെ പോലെ എവിടെയൊക്കെ മഷി പടർന്ന് പിടിച്ചിട്ട് ആ ഒരു പാടുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കാത്തതിൻ്റെ മെയിൻ കാരണം. പിന്നെ എനിക്ക് ഇഷ്ടമല്ല, ഇപ്പോൾ ഉപയോഗിക്കാതായിട്ട് എനിക്കത് ശീലമായി. ഒരു 10+2 വരെയൊക്കെ ഞാൻ അങ്ങനെ നീട്ടി കണ്ണെഴുതിയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഫിലിം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സൗദാമിനി എന്ന് പറയും ഒരു ഫിലിമുണ്ട്. ആ ഫിലിമിൽ ആ യക്ഷീനെ നിങ്ങളൊന്ന് നെറ്റിലടിച്ച് നോക്കണേ, ഒന്ന് കിട്ടുകയാണെങ്കിൽ കാണണേ. ആ യക്ഷീൻ്റെ കണ്ണ് നിങ്ങൾ കാണണം, ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ നീട്ടി എഴുതിയിട്ട്. അതുപോലെയായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ആലോചിക്കുമ്പോൾ മോശമാവും. അപ്പോൾ ആൾക്കാരൊക്കെ എങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇതെന്ത് പേക്കോലം കെട്ടി വരിക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവൂലേ. കഴിഞ്ഞ കാലം പോട്ടെ, അന്ന് അതൊക്കെ ഒരു ട്രെൻഡായിരുന്നു. ഇങ്ങനെ വാലിട്ടിട്ട് കണ്ണെഴുതുക, അതേപോലെ മുടി ഇങ്ങനെ പഫ് കെട്ടുക, അന്ന് അതൊക്കെ ട്രെൻഡായിരുന്നു. അപ്പം എന്തായാലും ഇത് രണ്ടും കേട്ടോ ഞാൻ പേർപ്പിളിൽ നിന്ന് പിന്നെ വാങ്ങിയിട്ട്, ആ ഒരു ബോക്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഉണ്ട് എന്നൊന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ എൻവൈബയുടെ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഈ കാജൽ ആദ്യം പൊട്ടിച്ചോക്കെ. വരുന്നില്ലല്ലോ. നോർമൽ നമ്മുടെ എല്ലാ കാജലും പോലെ തന്നെ എൻവൈബേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കളറാണ് എനിക്ക് അറിയേണ്ടത്. കണ്ടോ, അങ്ങനെയായിട്ടുള്ളത് കളറ് നമുക്ക് നോക്കാം. അയ്യോ, ഒടിഞ്ഞു പോയി ഗൈസ്. ആദ്യത്തെ ശ്രമം തന്നെ പരാജയപ്പെട്ടു, ഒടിഞ്ഞു പോയിരിക്കുകയാണ്. സാരല്ല, ബാക്കി ഭാഗം കൊണ്ട് എഴുതാം. ഞാൻ നല്ലോണം അമർത്തി എഴുതിട്ടോ, അതാ ഉണ്ടായതേ. അത്യാവശ്യം ബ്ലാക്കൊക്കെ തന്നെയാണ്. ബ്ലാക്കാണ്, ജെറ്റ് ബ്ലാക്ക് എന്നൊന്നും പറയാൻ പറ്റൂല, അത്യാവശ്യം ബ്ലാക്കൊക്കെ തന്നെയാണ്. ഇതാണ് ഐറ്റം. അത്യാവശ്യം കളറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അമർത്തി എഴുതുമ്പോൾ അത് ഒടിഞ്ഞു പോകണ്ടേ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനി സ്മഡ്ജ് ആവുമോ ഇല്ലയോ എന്ന് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അത് കയ്യിൽ ഇങ്ങനെ ഇരിക്കട്ടെ, കാരണം ഒന്ന് സെറ്റിലാവണം, എന്നാലേ നമുക്ക് സ്മഡ്ജ് ആവുമോ നോക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഒന്ന് സെറ്റിലാവട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താ നോക്കാം. ഇനി അടുത്തത് വരുന്നത് ഐലൈനർ ആണ് എൻവൈബയുടെ. ഇത് ഞാൻ ഗ്ലോസി അല്ല, ഞാൻ മാറ്റാണ് എടുത്തിട്ടുള്ളത്, ഗ്ലോസി അല്ല. ഞാൻ ഗ്ലോസി ആയിരുന്നു തോന്നുന്നു ഓർഡർ ചെയ്യാൻ നോക്കിയത്, പക്ഷെ മാറി എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ, പാക്കേജിങ് കാണാൻ നല്ല രസമുണ്ടേ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സിമ്പിളായിട്ടുള്ളൊരു ലുക്ക്. അപ്പോൾ ഇത് നോക്കേ അമ്മേ. നല്ല ബ്രഷും കാര്യങ്ങളും കേട്ടോ, നല്ല കുഞ്ഞി ബ്രഷ്, നല്ല പ്രിസൈസ് ആയിട്ടുള്ള ബ്രഷാണ്. എനിക്കിഷ്ടമായി, ബ്രഷ് എനിക്കിഷ്ടമായി. അപ്പം നമുക്കിനി കയ്യിലൊന്ന് വരച്ചിട്ട് നോക്കേ. നല്ല തിന്നായിട്ട് കിട്ടുന്നുണ്ട് ഈ സംഭവം. ഈ വരച്ചതാട്ടോ, നല്ല തിന്നായിട്ട് കിട്ടുന്നുണ്ട്, വരയ്ക്കാനും സുഖമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജെറ്റ് ബ്ലാക്ക് അല്ല, നല്ലോണം ബ്ലാക്ക് കളർ കിട്ടുന്നില്ല. കുറച്ചൊരു നമ്മളെ പണ്ടത്തെ ഐടെക്സിൻ്റെ ഒക്കെ ഐലൈനർ ഇല്ലേ, അതേപോലത്തെ ഒരു ബ്ലാക്ക് കളറാണ്, നല്ലോണം ജെറ്റ് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നില്ല. പിന്നെ വരയ്ക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇനി ഇതും സ്മഡ്ജ് ആവുമോ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം, അതൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത്. ഇതിൻ്റെ രണ്ടിന് പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് രണ്ടും കൂടി എനിക്ക് കിട്ടിയത് 150 രൂപയ്ക്കാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടും കൂടെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ, MRPയിൽ എടുത്ത ഒന്ന് ഫ്രീ എന്നായിരുന്നു. 129 രൂപയ്ക്കായിട്ട് ഇത് രണ്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇത് രണ്ടെണ്ണം കൂടെ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് ആ 2 ഐറ്റംസ്. ഇനി നമുക്ക് അടുത്ത ബോക്സ് പൊട്ടിക്കാം. ഇതാ അടുത്ത ബോക്സ് ഞാൻ പൊട്ടിക്കുകയാണ്. ബില്ല്, നമുക്ക് വേണ്ടാത്ത സാധനം. ഇതിലെന്താന്ന് നമുക്ക് നോക്കാം. ഇതിൽ പ്ലമ്മിൻ്റെ ഒരു പെർഫ്യൂം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലഷ് ഉണ്ട്. ഇത് മാൾസിൻ്റെ ബ്ലഷാണ് കേട്ടോ. മാൾസിൻ്റെ ഒരു ബ്ലഷ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു പ്ലമ്മിൻ്റെ പെർഫ്യൂമും വാങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് പെർഫ്യൂം നോക്കേ. ഇത് ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഞാൻ നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലൊക്കെ ആണെന്ന് കണ്ടിട്ടാണ് എടുത്തത്. എനിക്ക് ഓറഞ്ചിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് എടുത്തത്. എന്ത് സ്മെല്ലാന്ന് ദൈവത്തിനറിയാം. നമുക്ക് എന്തായാലും നോക്കാം. കേട്ടോ ഐറ്റം. ഇത് എടുത്തപ്പോൾ തന്നെ എനിക്ക് എന്തോ തലവേദന എടുക്കണ്ടിന്റെ പൈസ പോയി എന്നാ തോന്നണേ. നോക്കേ, പോയി ഗൈസ്, പോയി, പൈസ പോയി. എനിക്ക് ഇഷ്ടായില്ല ഈ സ്മെല്ല്. പറ്റും തോന്നണില്ല, എനിക്ക് എന്തോ ഒരു സുഖം തോന്നണില്ല. കുറച്ചൊന്നൊരു സ്ട്രോങ് ആട്ടോ. ഓറഞ്ചിന്റെ സ്മെല്ലൊന്നും എനിക്കിതിന് തോന്നണില്ലേ. എല്ലാവരും പറഞ്ഞത് ഓറഞ്ചിന്റെ സ്മെല്ലാന്നൊക്കെയാണ്, എനിക്ക് തോന്നണില്ല. സ്വീറ്റ് ആയിട്ടാണ് തോന്നുന്നത്. എല്ലാവരും ഇതിന് പറയുന്നത് സിട്രസി സ്മെല്ലാണ്. എനിക്ക് കുറച്ചും കൂടി ഒരു സ്വീറ്റ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് എന്തായാലും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അത് അങ്ങനെ അടിക്കാൻ പോകുന്നില്ല. എന്തായാലും റിട്ടേൺ കൊടുക്കാൻ പറ്റൂല, എനിക്ക് തോന്നണില്ല. എനിക്ക് പറ്റും തോന്നണില്ല. എനിക്ക് തലവേദന ഇപ്പം തന്നെ ഇങ്ങനെ എടുത്ത് തുടങ്ങുന്നുണ്ട്. ഇത് അടുത്തു കൂടെ പോയപ്പോൾ തന്നെ
എനിക്ക് തോന്നണില്ല. പോയി 250 രൂപ പോയി. ഇതിന് 250 ഇരുന്നിട്ടോ പോയി, ആ പൈസ പോയി. യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എനിക്ക് എന്തായാലും തലവേദന എടുക്കും. അപ്പം ഞാൻ ഏട്ടന് കൊടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഏട്ടൻ ഒരുവിധം പെർഫ്യൂം ഒക്കെ അടിക്കട്ടോ. അതായത് എൻ്റെ വുഡ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ മൂപ്പര് ഒരുവിധം എല്ലാ പെർഫ്യൂമും അടിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ അടുത്തിരിക്കുമ്പോൾ അടിക്കാൻ ഞാൻ സമ്മതിക്കൂല. എനിക്ക് ഇത് അടുത്തിരിക്കുന്ന ആളടിച്ചാലും എനിക്ക് തലവേദന എടുക്കും. അപ്പം മൂപ്പര് പുറത്ത് പോയിട്ട് അടിച്ചോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൂപ്പർക്ക് കൊടുക്കാം. എന്തായാലും എൻ്റെ പൈസ പോയി, എനിക്കിത് ഉപയോഗിക്കാൻ പറ്റും തോന്നണില്ല. ഇത് നല്ല സ്മെൽ തന്നെ കേട്ടോ. അങ്ങനെ തലവേദന എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ വേരിയൻറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിംഗ് മൈമൂസ അങ്ങനെ എന്തോ സാധനം കേട്ടോ അതിൻ്റെ പേര് വരുന്നത്. ഈ ഒരു ഓറഞ്ച് യെല്ലോ കളറിൽ പാക്കേജിങ്ങിലാണ് വരുന്നത്. എനിക്ക് എന്തായാലും പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് പോയി വാങ്ങിച്ചതിൽ അക്വലോജിക്കായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഇത് അടിച്ചപ്പോൾ അതിൻ്റെ സ്മെല്ല് പോയി. അത് നല്ല സ്മെല്ല്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് ഈ മാൾസിൻ്റെ ഈ ബ്ലഷ് ആണ് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഷ് എന്ന് പറയുന്നത് മേക്കപ്പ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആയിരുന്നു. അത് കുറച്ച് പ്രൈസി സൈഡായിരുന്നു. 675 റുപ്പീസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ കൈ കിട്ടുമ്പോൾ തന്നെ ഒരു കൊല്ലത്തിൽ അത് എക്സ്പയർ ആയിപ്പോയി. അതായത് ഈ ഫെബ്രുവരിയിൽ അത് എക്സ്പയർ ആയിപ്പോയി. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഈ അടിയിലായിട്ടോ പിന്നെ ഈ സൈഡിലായിട്ടോ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ ഒരു മൂടി തുറക്കുന്ന പോലത്തെ ഒരു എംബ്ലം പോലത്തെ ഒരു ചിത്രം ഉണ്ടാവും. അതിൽ എഴുതിയിട്ടുണ്ടാവും ചിലതിൽ 6 മന്ത്, ചിലതിൽ 12 മന്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കണേ. അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് 6 മന്തിനുള്ളിലോ അല്ലെങ്കിൽ 12 മന്തിനുള്ളിലോ ഉപയോഗിച്ച് തീർക്കണം എന്നാണ്. അതായത് ഉപയോഗിക്കണം, പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഇനിയിപ്പോൾ അതിൻ്റെ എക്സ്പയർ, അതായത് ഞാൻ ഇപ്പം ഇന്നൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതിൻ്റെ എക്സ്പയർ വരുന്നത് 2027 വിചാരിച്ചോ. പക്ഷേ അതിൽ നമ്മളത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ 6 മന്ത് എന്നോ 12 മന്ത് എന്നോ ഉണ്ടാവും. അപ്പോൾ അതായത് ഇന്ന് തൊട്ടിട്ട് 12 മന്ത് വരെ എനിക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എസ്പെഷ്യലി സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ വരുമ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അങ്ങനെ എക്സ്പയർ ആയി പോയി ആ ബ്ലഷ്. അപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പം ഞാൻ മാൾസിൻ്റെത് മേടിച്ചതാണ്. ഇതിന് 250 എങ്ങാണ്ടാണ് റേറ്റ് വരുന്നത്. അറൗണ്ട് 200 ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കളർ എങ്ങനെയുണ്ട് നോക്കാം. കുഞ്ഞി സാധനം കേട്ടോ, ഇത്രയേ ഉള്ളൂ. എത്ര ഗ്രാം അത്? ഇതിൻ്റെ MRP 299 ആണ്. എത്ര ഗ്രാമാണെന്ന് ഇതിൽ എഴുതിയില്ല കേട്ടോ. ഇതാണ് സാധനം, കുഞ്ഞു സാധനം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് നോക്കേ. അമ്മേ, ഇതത് മണിച്ചിത്രത്താഴോ? നേരത്തെ പരിശ്രമത്തിന് ശേഷം സക്സസ്ഫുള്ളി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അമ്മേ ഇപ്പോൾ പോയേനെ. ഇതാ ഇങ്ങനെ കേട്ടോ. ഞാനൊരു റെഡ് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. കയ്യിലൊന്ന് നല്ല കളറുണ്ട് കേട്ടോ. ഇതാട്ടോ കളറ് വരുന്നത്. ഉണ്ടോ, നല്ല കളറുണ്ടേ. എനിക്ക് ചേരൂലെന്ന് വിചാരിച്ചെടുത്തിട്ടുള്ളതാണ്. പക്ഷെ നല്ല കളറുണ്ട്. നല്ല അടിപൊളി സാധനം കേട്ടോ, എനിക്കിഷ്ടമായി. നല്ല കളറ്. ഇനി ഇത് ചെറിയൊരു മാറ്റ് ഫിനിഷിലേക്ക് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് നേരം കഴിഞ്ഞാൽ വരുമായിരിക്കും. എന്തായാലും എനിക്കിഷ്ടം. എനിക്ക് കുറച്ച് ക്രീമി ആയിട്ട് നിൽക്കുന്നതിന് ഇഷ്ടം. മാറ്റിനേക്കാളും കുറച്ചൊന്ന് ഗ്ലോസി ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്കിഷ്ടമായി. ഇങ്ങനെയാണ് നമ്മൾ സ്മഡ്ജ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു കളറ് വരുന്നത്. നല്ല ഐറ്റാണ്, എനിക്കിഷ്ടമായി. എന്തായാലും 299 എനിക്ക് കിട്ടിയിട്ടുള്ള 250 എങ്ങാണ്ടാണ്. ആ ഒരു പൈസയ്ക്ക് എന്തായാലും വർത്തിയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് പറഞ്ഞില്ലല്ലോ. ഇത് മാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബ്ലഷ് ഹവർ നൈറ്റ് ഗ്ലോ എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. നൈറ്റ് ഗ്ലോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്ലഷ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഫോർഡബിൾ ആണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഓക്കെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഐലൈനറും കാജലൊക്കെ കയ്യിൽ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്തായെന്ന് നമുക്ക് നോക്കേ. ഇതായിരുന്നു ഐലൈനറിൻ്റെത്. അടിപൊളി. മാറ്റാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇളകി പോരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി വേർപ്പുണ്ട്. അപ്പം എന്തായാലും വെള്ളം തട്ടിയാൽ പോരുന്നു മനസ്സിലായി. പോരുന്നുണ്ടേ. അപ്പം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അടുത്തത് കാജലാട്ടോ. സ്മഡ്ജ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ രണ്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്തായാലും എനിക്കിതൊക്കെ മതി. കാരണം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഞാൻ അത് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കിത് മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ 139 രൂപയ്ക്ക് ഈ രണ്ട് സാധനങ്ങളും കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇത് നല്ല ക്വാളിറ്റി കൺസേൺ ആയിട്ടുള്ള ആൾക്കാർ, അതായത് സ്മഡ്ജ് ചെയ്യാത്തത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. കളർ ബാറിൻ്റെ ഒരു ഐലൈനർ ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്നതാണ്. നല്ല അടിപൊളി ഐലൈനറാണ്. അങ്ങനെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വേണമെന്നുള്ളവർക്ക് കളർ ബാറിൻ്റെ ഐലൈനർ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല അടിപൊളി സാധനമാണ്. ഇതെന്തായാലും സ്മഡ്ജ് ആവുമെന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പായി.
അപ്പോൾ ഏതായാലും അത് പോട്ടെ. ഇനി നമുക്ക് അടുത്ത ബോക്സ് പൊട്ടിക്കാം. ലാസ്റ്റ് ബോക്സ് ആണേ. ഇത് പൊട്ടിക്കേ. ഇനി എവിടുന്ന് തുടങ്ങും? അപ്പൊ നമുക്ക് ഇതിലെന്താ നോക്കട്ടോ. എന്താ ഇതിലെന്താ അവസാനല്ലേ? ഇത്രയും വലിയൊരു പേപ്പറാട്ടോ ഇവരിത് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള. ഇതൊന്ന് നോക്ക്, ഉണ്ടോ? ഇതെന്താ അത്? പേപ്പർ വേസ്റ്റേജ് ഉണ്ടാവൂലേ മനുഷ്യന്മാരെ? ഇത്രയും വലിയൊരു പേപ്പറാട്ടോ ഇവരിത് പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊട്ടുന്ന സാധനങ്ങളൊന്നല്ല എന്തായാലും. അപ്പോൾ ഇതാ ആദ്യത്തെ പ്രൊഡക്റ്റ് കാർമസിയുടെ ഒരു പിമ്പിൾ പാച്ച് ആണ്. ഇനി എനിക്ക് നിങ്ങളോട് ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത പങ്കുവെക്കാണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഒരു പിമ്പിൾ പാച്ചിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നില്ലേ, ഒരു പ്രിവേദയുടെ പിമ്പിൾ പാച്ച്. ഒരുവിധം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ ഒരു ഷീറ്റാണ്. അതായത് ഇങ്ങനെ ഒരു പുറം കവർ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഷീറ്റിലാണ് ഈ പിമ്പിൾ പാച്ച് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് അതിലേക്ക് പാക്കറ്റിലേക്ക് ഇടാതെ എവിടെയോ വെച്ചു. അത് എങ്ങോട്ടോ പാറിപ്പോയി കാറ്റത്ത്. ഭയങ്കര നൈസായിട്ടുള്ള ഷീറ്റല്ലേ, അപ്പോൾ അത് എങ്ങോട്ടോ പാറിപ്പോയി. കുറേ ഞാൻ തിരഞ്ഞിൻ്റെ പുതിയ ബോക്സ് ആയിരുന്നു, അത് എങ്ങോട്ടോ പോയി, എനിക്ക് കിട്ടിയില്ല. എവിടേക്കാണ് പാറിപ്പോയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ കുറേ തിരഞ്ഞ് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പ്രിവേദയുടെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് പേർപ്പിളിൽ ഞാൻ ഈ കാർമസിയുടേത് കണ്ടത്. കുറേ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി പുതിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എപ്പോഴും ഉപയോഗിക്കുന്നതൊന്ന് മാറ്റി പിടിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ കാർമസിയുടേത് മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കട്ടോ. 2 ഷീറ്റായിട്ടാണ് വരുന്നത്. ഇതാ ഇങ്ങനെയാട്ടോ വരുന്നത്. 72 പാച്ചസ് ആണ്. മറ്റേലും 72 തന്നെയായിരുന്നു, ഇതിലും 72 തന്നെ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ശേഷം ഒരു ഷോർട്സിലൂടെയോ അല്ലെങ്കിൽ ഇനിയൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിലൂടെ പറയുന്നേക്കുവേ. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ലൊരു ഷെയ്ഡ് കോമ്പിനേഷൻ, നല്ലൊരു ന്യൂഡും ഒരു പേസ്റ്റൽ കളറും കൂടെ ഉള്ളൊരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേപ്പർ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ട്. The patch will absorb oil and pus from the active pimple without drying the surrounding area. Leave it for 6 to 8 hours overnight and remove. 6 to 8 വരെ ഉപയോഗിച്ചിട്ട് ഓവർനൈറ്റിൽ ഉപയോഗിച്ചിട്ട് രാവിലെ റിമൂവ് ചെയ്യാനാണ് പറയുന്നത്. ഇതാ ഇങ്ങനത്തെ പിമ്പിൾ വരുമ്പോൾ അതിൻ്റെ മേലെ ഒട്ടിക്കാന്നുള്ള ചിത്രമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ, ഡോണ്ട് അപ്ലൈ ഓൺ എ ബ്ലീഡിങ് പിമ്പിൾ, ഇറ്റ് ക്യാൻ ട്രാപ്പ് ബാക്ടീരിയ ആൻഡ് വേഴ്സൺ ദ ഇൻഫ്ലമേഷൻ. നല്ലോണം ബ്ലീഡ് ചെയ്തിട്ടുള്ളൊരു പിമ്പിൾ ഉണ്ടാകുമ്പോൾ അതിമ്പോൾ ഒട്ടിക്കരുതെന്നാണ്. അതായത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവില്ല, അതിമ്പോൾ ഒട്ടിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ ക്ലോസ്ഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനും ഒട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വർക്ക് ആവില്ല അതിൻ്റെ മേലെ. പിന്നെ ഡോൺ യൂസ് ഇറ്റ് ഓൺ സിസ്റ്റിക് ആക്നെ. അതായത് സിസ്റ്റിക് ആക്നെ എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ മുഴ പോലുള്ള ആക്നെ വരില്ല. അതായത് കുറച്ച് സീരിയസ് കണ്ടീഷനായിട്ട് നമ്മുടെ നോർമൽ പിമ്പിൾസ് അല്ലാതെ നല്ല സ്കിന്നിൻ്റെ ഉള്ളിൽ തന്നെ ബൾജ് ചെയ്യുന്ന ടൈപ്പ് വേറൊരു പിമ്പിൾസ് ഉണ്ട്, സിസ്റ്റിക് ആക്നെ എന്ന് പറയും. അത് കുറച്ച് പ്രശ്നമുള്ള പിമ്പിളാണ്, അതിൻ്റെ മേലെ ഒട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിമ്പിൾ പാച്ചസ് എന്ന് പറഞ്ഞാൽ പാച്ചസിനുള്ള ഒരു മരുന്നല്ല എന്നാണ് പറയുന്നത്. പിന്നെ അത് നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യൂല. നമുക്ക് വന്ന പിമ്പിൾസ് അതിൻ്റെ പാട് വരാതെ നോക്കാനും പിന്നെ അത് കൂടുതൽ വേസ്റ്റായി നമ്മൾ തൊടുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിമ്പിൾ പാച്ച് എന്നുള്ള സാധനം. അതായത് പിമ്പിൾസ് ഇനി ഫ്യൂച്ചറിൽ വരുന്നത് ഇത് കുറയ്ക്കൂല. അപ്പോൾ അതെന്തായാലും ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇതാണ് കാർമസിയുടെ പിമ്പിൾ പാച്ച്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 240 അങ്ങനെ എന്തിനോ ആണ്. എപ്പോഴും ഡിസ്കൗണ്ടിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേഷൻ പറയാം. ഇനി നമ്മളെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ന്യൂഡ് ഡ്രീം ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 429 ആണ്. പക്ഷേ എപ്പോഴും ഡിസ്കൗണ്ടിൽ 150 to 200 ഉള്ളിൽ എന്തായാലും കിട്ടും. അപ്പോൾ ഞാനിത് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ഷെയ്ഡ് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേക്ക് മുന്നേ കുറേ ഷെയ്ഡ് ഉണ്ടായിരുന്നു, നൈത്തൊരു ഷെയ്ഡ് ഇതായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് റീപർച്ചേസ് ചെയ്താണ്. നല്ല അടിപൊളി ഷെയ്ഡാട്ടോ, നല്ല പിങ്കാണ്. കാണിച്ചേരേ, 100 സ്റ്റിക്കർ അതുമ്മേ ഉണ്ടോ. ഇങ്ങനത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളി ഷെയ്ഡാട്ടോ, ഉണ്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ചസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്
അതിൻ്റെ ഷെയ്ഡ് നെയിം ഇപ്പോഴേക്ക് ഓർമ്മയില്ല. അത് വേറൊരു കുറച്ചും കൂടി ഒരു വൈൻ ടോണിലേക്കൊക്കെ വരും ആ ഒരു പിങ്ക് എന്ന് പറയുമ്പോൾ. ഇത് പിന്നെ നല്ലൊരു ന്യൂഡ് പിങ്ക് ആട്ടോ, നല്ല പിങ്കാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അഫോർഡബിൾ റേഞ്ചിൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ എനിക്ക് പണ്ട് ഇതുള്ള സമയത്ത്. അപ്പം ഞാനിതൊന്നും കൂടെ മേടിച്ചതാണ്. നമ്മളൊരു സാധനം റീപർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടായിട്ടാവില്ലേ നമ്മൾ പിന്നെയും റീപർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഒന്ന് മേടിച്ചതാണ്. നല്ല പിങ്കാണ്. ഇതിൽ കുറച്ചൊരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ നല്ലൊരു പിങ്കാണ്, നല്ല ന്യൂഡ് പിങ്കാണ്, അധികം എറിച്ച് നിൽക്കാത്തൊരു പിങ്കാണ്. അങ്ങനത്തെ ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗായ്സ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു പർപ്പിൾ ഹോള് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഏതൊക്കെയാണ് എന്തായാലും മസ്റ്റ് ആയാലും പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ എക്കോലോജിക്ക എന്തായാലും മുത്താണ്, ഞാൻ എപ്പോഴും വാങ്ങും. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ ഈ എക്കോലോജിക്ക. അതായത് നമ്മുടെ പെർഫ്യൂം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ ലോങ് ലാസ്റ്റ് ചെയ്യൂല. ബോഡി മിസ്റ്റ് അല്ലേ, പിന്നെ റേറ്റും കുറവാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു 4 മണിക്കൂറൊക്കെ എന്തായാലും നിൽക്കും, അതിൽ കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ സ്മെൽ എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് റീപർച്ചേസ് ചെയ്യും. പിന്നെ ഈ കാർമസിയുടെ പിമ്പിൾ പാച്ച് എനിക്ക് ഇഷ്ടമായി, ഇതിൻ്റെ ലുക്കൊക്കെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. പിന്നെ ഈ ബ്ലഷ് സൂപ്പറാണ്. ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ വാങ്ങൂല, കാരണം അതിന് എക്സ്പയറിങ് കുറവാണ്, പിന്നെ അതേപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട്. നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഒരു ബ്ലഷ് കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പൈസ ഉള്ളതിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലഷും നല്ല അടിപൊളിയാണ്. നൈറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എല്ലാവർക്കും ചേരും. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് സൂപ്പറാണ്. എന്താണ് അഫോർഡബിൾ റേഞ്ചിൽ ഒരു ലിപ്സ്റ്റിക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ന്യൂ ഡ്രീം ആണ് ഷെയ്ഡ് വരുന്നത്, ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പിന്നൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇപ്പം തൽക്കാലത്തേക്ക് ബൈ.